ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന കുറവുകളും ഇല്ലായ്മകളും പരാജയങ്ങളും നാളുകളിൽ ഒരു വലിയ നിറവായി, അത്ഭുതമായി, വൻ വിജയമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ കുറഞ്ഞ അനുഭവമായിക്കോട്ടെ, ശൂന്യതയുടെ അനുഭവമായിക്കോട്ടെ, അവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തിയുടെ നിറവ് വെളിപ്പെടുത്താൻ ദൈവം സർവശക്തനാണ്. യേശു കർത്താവ് ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിലെ ആയിരിക്കുമ്പോൾ അവിടെ വീഞ്ഞ് തീർന്നു പോയി എന്നൊരു സംഭവം യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ യേശു കർത്താവ് അവിടുത്തെ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ അവിടുത്തെ ശുശ്രൂഷകരോട് പറഞ്ഞു. വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ യേശു ശുശ്രൂഷകരോട് പറയാണ്, പോയി വിരുന്ന് വാരിക്ക് കൊണ്ട് കൊടുപ്പിൻ, അല്ലെങ്കിൽ ആ കലവറക്കാരന് കൊടുപ്പിൻ. ആ കലവറക്കാരൻ അത് രുചിച്ചു നോക്കിയപ്പോൾ ബൈബിൾ പറയുന്നു, അവൻ പെട്ടെന്ന് മണവാളനെ വിളിച്ചു. മണവാളനെ വിളിച്ചിട്ട് ചോദിക്കുക, ഇത്രയും നേരം ഈ വീഞ്ഞ്, പുതിയ വീഞ്ഞ്, നല്ല വീഞ്ഞ് എവിടെ വെച്ചിരിക്കുകയായിരുന്നു? കാരണം സാധാരണ എല്ലാവരും ആദ്യം ഏറ്റവും നല്ലത് കൊടുത്ത് പിന്നെ എളുപ്പമായി കൊടുക്കും. ഏറ്റവും വീര്യമായത് കൊടുത്ത് എല്ലാം ലഹരി പിടിച്ചതിന് ശേഷം അവസാനം ഏറ്റവും പുവറായിട്ടുള്ളതാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും നല്ലത് വെളിപ്പെട്ടു വരുന്നു. ഇതുവരെ എവിടെ സൂക്ഷിച്ചു? പ്രിയപ്പെട്ടവരെ, ആ കുറവ് വന്നതുകൊണ്ട്, ആ പ്രശ്നം വന്നതുകൊണ്ട്, ലജ്ജിക്കുമോ എന്ന് തോന്നിയൊരവസ്ഥ വന്നതുകൊണ്ട്, പക്ഷെ അവിടെ ദൈവകരങ്ങളിലേക്ക് വിഷയം ഏൽപ്പിച്ചപ്പോൾ കർത്താവ് അവിടെ ഒരു അത്ഭുതം ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി കർത്താവ് അവർക്ക് വേണ്ടി വെളിപ്പെടുത്തി. ഞാൻ നിങ്ങളൊരു ദൂത് പറയാം. ഇതുവരെ വിളമ്പിയതല്ല, ഇതുവരെ ഇന്നലകളിൽ വരെ മണിക്കൂറുകൾ വരെ വിളമ്പിയതല്ല, പുതിയൊരു വീഞ്ഞ് വെളിപ്പെട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടതിനേക്കാൾ, ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമേറിയത്, ഏറ്റവും മധുരമേറിയത്, ഏറ്റവും മാന്യമേറിയത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. അതുകൊണ്ട് ഏത് കുറവായിക്കോട്ടെ, ഏത് പരാജയമായിക്കോട്ടെ, ഏത് ശൂന്യത ആയിക്കോട്ടെ, ഏതില്ലായ്മ ആയിക്കോട്ടെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നാഥൻ കൽപ്പിക്കും, അതനുസരിച്ചോ. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മഹത്വമേറിയ ഗ്ലോറിയസ് ആയത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് ചെയ്യും. ഭാരപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു.